സങ്കീർത്തനങ്ങൾ 119 അധ്യായം 112 വാക്യം മുതൽ. നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായ്ച്ചിരിക്കുന്നു. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ ഞാൻ നിൻ്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ട് അകന്നു പോകുവീൻ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എൻ്റെ പ്രത്യാശയെ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. നിൻ്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. നിൻ്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെയും നീ നിരസിക്കുന്നു. അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരെ നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിൻ്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്ങളുള്ള ഭയനിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. നിൻ്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു. എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അടിയൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ. അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുതേ. എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെയും നിൻ്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം അടിയനോട് പ്രവർത്തിച്ച് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിൻ്റെ ദാസനാകുന്നു. നിൻ്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിൻ്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിൻ്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ആകയാൽ നിൻ്റെ സകല പ്രമാണങ്ങളും ഒത്തതെന്നെണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. നിൻ്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകിയാൽ എൻ്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. നിൻ്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിൻ്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കയാൽ ഞാൻ എൻ്റെ വായി തുറന്ന് കിഴയ്ക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ. മനുഷ്യൻ്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അടിയൻ്റെ മേൽ നിൻ്റെ മുഖം പ്രകാശിപ്പിച്ച് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അവർ നിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായക കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. യഹോവേ, നീ നീതിമാനാകുന്നു. നിൻ്റെ വിധികൾ നേരുള്ളവ തന്നെ. നീ നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ നിൻ്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എൻ്റെ എരിവ് എന്നെ സംഹരിക്കുന്നു. നിൻ്റെ വചനം അതിവിശുദ്ധമാകുന്നു. അതുകൊണ്ട് അടിയനത് പ്രിയമാകുന്നു. ഞാൻ അല്പനും നിന്ദിതനുമാകുന്നു, എങ്കിലും ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല. നിൻ്റെ നീതി ശാശ്വത നീതിയും നിൻ്റെ ന്യായപ്രമാണം സത്യവുമാകുന്നു. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിൻ്റെ കൽപ്പനകൾ എൻ്റെ പ്രമോദമാകുന്നു. നിൻ്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരളണമേ. യഹോവേ, ഞാൻ നിൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എൻ്റെ അപേക്ഷ കേൾക്കണമേ. യഹോവേ, നിൻ്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടതയെ പിന്തുടർന്നവർ സമീപിച്ചിരിക്കുന്നു. നിൻ്റെ ന്യായപ്രമാണത്തോട് അവർ അകന്നിരിക്കുന്നു. യഹോവേ, നീ സമീപസ്ഥനാകുന്നു. നിൻ്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ. നിൻ്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ അരിഷ്ടത കടാശിച്ച് എന്നെ വിടുവിക്കണമേ. ഞാൻ നിൻ്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടന്മാരോടാകുന്നിരിക്കുന്നു. അവർ നിൻ്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. യഹോവേ, നിൻ്റെ കരുണ വലിയതാകുന്നു. നിൻ്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ വൈരികളും വളരെയാകുന്നു, എങ്കിലും ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല. ഞാൻ ദ്രോഹികളെ കണ്ടു വ്യസനിച്ചു, അവർ നിൻ്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. നിൻ്റെ പ്രമാണങ്ങൾ എനിക്കെത്ര പ്രിയമെന്ന് കണ്ട് യഹോവേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. നിൻ്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ. നിൻ്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നെങ്കിലും നിൻ്റെ വചന നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ ഭോഷ്ക് പകച്ചു വെറുക്കുന്നു. നിൻ്റെ ന്യായപ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിൻ്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. യഹോവേ, ഞാൻ നിൻ്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു. നിൻ്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. എൻ്റെ മനസ്സ് നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിൻ്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു. എൻ്റെ വഴികളെല്ലാം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. യഹോവേ, എൻ്റെ നിലവിളി തിരുസനി വരുമാറാകട്ടെ. നിൻ്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. എൻ്റെ യാചന തിരുസനിയിൽ വരുമാറാകട്ടെ. നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുവിക്കണമേ. നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നതുകൊണ്ട് എൻ്റെ ആദരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. നിൻ്റെ കൽപ്പനകളൊക്കെ നീതിയായിരിക്കാൽ എൻ്റെ നാവ് നിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ.
നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കയാൽ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമാകുന്നു. നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. അടിയനെ അന്വേഷിക്കണമേ. നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നതുമില്ല.